പാർട്ടി സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കേരളമായി കേരളം മാറി. അതിൽ അദ്ദേഹം പരിപൂർണ പരാജയമല്ലേ? പാർട്ടി പഠിക്കണ്ടേ? പാർട്ടി അന്വേഷിക്കണ്ടേ? നമസ്കാരം. പാർട്ടി സെക്രട്ടറിക്ക് നട്ടലില്ലെന്ന് പറയാതെ പറയുകയാണ് PV അൻവർ MLA. ADGP ഈ സ്ഥാനത്ത് തുടരാൻ എന്തർഹതയാണുള്ളത്? എന്താണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ക്രമസമാധാനമെല്ലാം നഷ്ടപ്പെടുത്തി അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ട അവസ്ഥയാണോ? ഒരു തൊഴിലാളി വർഗ പാർട്ടി സ്വീകരിക്കേണ്ട സമീപനമല്ല ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. ഞാൻ വെറും അനുഭാവി മാത്രമാണ്, വെറുമൊരു എലി, പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തയാൾ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈക്കൊള്ളാവുന്ന സമീപനങ്ങളല്ല ശശി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ശശി വെറും കഴിവുകെട്ടവനാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അൻവർ. തനിക്ക് ചെയ്യാവുന്നത് താൻ ചെയ്യുമെന്നും അൻവർ വെളിപ്പെടുത്തുന്നു. കാരണം അൻവറിന് ആരെയും ഭയപ്പെടാനില്ല. അൻവറിന്റെ കയ്യിലും ചില കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ച് തന്നെയാണ് എത്ര മയപ്പെടുത്തിയിട്ടും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അൻവർ വെളിപ്പെടുത്തുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അൻവർ ചെയ്തിരിക്കുന്നത്. അരുണ് അറിയാലോ, അരുണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന, സമൂഹത്തിലെ ഒരുപാട് വ്യക്തികളുമായി ബന്ധപ്പെടുന്ന, ഇടതുപക്ഷത്തിലെയും വലതുപക്ഷത്തിലെയും അല്ലാത്ത പക്ഷത്തും ഒക്കെ ബന്ധപ്പെടുന്ന ആളാണ്. എന്താണ് പാർട്ടി പ്രവർത്തകരുടെ സ്ഥിതി? പാർട്ടി സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കേരളമായി കേരളം മാറി. പൊതുപ്രവർത്തകരെ ബഹുമാനിക്കരുത്, ആദരിക്കരുത് എന്ന ഒരു സംസ്കാരം ഇവിടെ പോലീസിൽ വളർത്തിയെടുത്തു ഈ ADGP. ആ ഒരു അവസ്ഥയിൽ MLA പോയിട്ട് മന്ത്രിമാരെ പോലും ഒരു പരിധി വിട്ട് ഗൗനിക്കാത്തവരായി കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും മാറി. ആർക്കാണ് ഉത്തരവാദിത്തം? അരുൺ, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുക? നമുക്കറിയാലോ, അവിടെ നമ്മുടെ എതിരാളികൾ കോൺഗ്രസ്സാണ്. ഒന്നാമത്തെ എതിരാളി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ പാർട്ടിയാണ്. ഇന്നും നെഹ്റു കുടുംബത്തിനോട് അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിട്ടുള്ള ജനങ്ങളുള്ള നാടാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി എന്ന രീതിയിലുള്ള മറ്റൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നടന്നാലും കോൺഗ്രസ്സിന് ഇവിടെ വോട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കൂടെ ആളുകളുണ്ട്. അപ്പുറത്ത് മുസ്ലിം ലീഗാണ്, മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗം അവരുടെ കൂടെയാണ്. അവർക്ക് ആ ബേസ് മതി. കേരള കോൺഗ്രസിനും അതുപോലെ മറ്റൊരു ബേസുണ്ട്. BJPക്കും ഈ പറയുന്ന മതത്തിൻ്റെ ബേസുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്താണ് അരുൺ? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി, അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയി, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ പോലീസുമായി ഇടപെട്ട് സംസാരിച്ച് അവർക്ക് ആശ്വാസം നൽകി അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളികൾക്ക് വേണ്ടി രാപ്പകലിൽ അധ്വാനിച്ച്, ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടി അധ്വാനിച്ച്, ഇങ്ങനെ ഇടത്തരക്കാരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ രാവിലെ തൊട്ട് ഏറ്റെടുത്ത് വൈകുന്നേരം വരെ അവർക്ക് ആശ്വാസം നൽകിപ്പോയി അതിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആ പ്രവർത്തനത്തിന് തടയിട്ടാൽ പിന്നെ ഡോക്ടർ അരുൺ, ഈ പാർട്ടി എങ്ങനെ കേരളത്തിൽ നിലനിൽക്കും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. തടയിടുന്നതിൻ്റെ ഒന്നാം നമ്പർ ഈ DGPയും ഈ പോലീസുമാണെങ്കിൽ എനിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ്, ഞാൻ ഇപ്പോഴും ഇന്ന് ഈ പാർട്ടിയുടെ ഒരു അനുഭാവി മാത്രമാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം, ജില്ലാ കമ്മിറ്റി ഇല്ലേ? ജില്ലാ കമ്മിറ്റി, ഞാൻ മലപ്പുറത്തെ മാത്രം പ്രശ്നമല്ല അനിൽ പറയുന്നത്. ഈ സംസ്ഥാനത്തെ മൊത്തമുള്ള സഖാക്കൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ഞാൻ ഇപ്പോഴല്ലേ ഈ വിഷയങ്ങൾ മുന്നിലേക്ക് വെച്ച്, ഇപ്പോൾ 2 മണിക്കൂർ മുമ്പാണ് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷെ ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെയാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയം ഇപ്പോഴാണ് പാർട്ടി ഫോറങ്ങളിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അത് പഠിക്കട്ടെ. എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട P ശശി അദ്ദേഹത്തിന് എന്തിനായിരുത്തിയിരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അസസ് ചെയ്ത് പാർട്ടിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് ചെയ്ത് ഈ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ ഈ പോലീസിനെതിരെ ഇങ്ങനെ ഒരു വികാരമുണ്ടെങ്കിൽ ആ വികാരത്തിന് തടയിടേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് നിർവഹിച്ചോ? അദ്ദേഹം അത് നിർവഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം പരിപൂർണ പരാജയമല്ലേ? അദ്ദേഹം ഒരു വിവരമില്ലാത്ത വ്യക്തിയല്ലല്ലോ, നല്ല അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട P ശശി. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പാർട്ടി പഠിക്കണ്ടേ? പാർട്ടി അന്വേഷിക്കണ്ടേ? ഒരാളുടെ ശേഷിക്കുറവോ കഴിവ് കുറവോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലല്ലോ. നല്ല കഴിവും ശേഷിയും നല്ല അപ്രമാദിത്വവുമുള്ള നല്ല ശേഷിയുള്ളൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട P ശശി എന്നത് കേരളത്തിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരാജയം വരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു പരാജയം
അങ്ങനെ ഒരു കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേതോവികാരം എന്താണ്? എന്താണ് പി ശശിയെ ഈ വിഷയത്തിൽ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? പാർട്ടി പരിശോധിക്കട്ടെ. എനിക്കിത് പറയാനല്ലേ പറ്റൂ. ഞാനത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം.